നമസ്കാരം. പാകിസ്ഥാനിൽ ചൈനക്കാർ ഭീകരവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് അവർ സുരക്ഷാ അച്ചടക്കം പാലിക്കാത്തതുകൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകളും പഞ്ചാബ് പ്രവിശ്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുമായ മറിയം നവാസ്. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലുണ്ടായ ഭീകരവാദ ആക്രമണത്തിൽ 5 ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവം നടന്ന ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് മറിയം നവാസിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാൻ പറയുമ്പോൾ പാകിസ്ഥാനിൽ താമസിക്കുന്ന ചൈനീസ് പൗരന്മാർ ഇതൊന്നും വകവയ്ക്കാറില്ല എന്നും ഇതിലൊക്കെ കടുത്ത നീരസം പ്രകടിപ്പിക്കാറുണ്ട് എന്നും ഇതുകൊണ്ട് തന്നെയാണ് അവർ തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് എന്നുമാണ് മറിയം നവാസ് പറഞ്ഞു വെക്കുന്നത്. ലാഹോറിൽ തന്റെ കന്നി അപെക്സ് കമ്മിറ്റി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം മറിയം നവാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലാഹോർ കോർപ്സ് ആൻഡ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അമർ റാസിയും മറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നിലവിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൗഹൃദം വളരെ കരുത്താർജിച്ച് വരികയാണ്. പാകിസ്ഥാനിലുള്ള പകുതിയിലധികം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ചൈനയാണ്. അതിനിടയിലായിരുന്നു ഈ ഭീകരവാദ ആക്രമണത്തിൽ ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടത്. ഇതോടുകൂടി പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യവുമായി ചൈന രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ മകളുടെ ഭാഗത്ത് നിന്ന് തന്നെ, അതും പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായ മറിയത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇതോടുകൂടി ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ വലിയ അകലം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന ഒരു സംശയം കൂടി ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നടത്തിയ പരാമർശങ്ങൾ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയുമായി വ്യാപാര ബന്ധം തുടങ്ങാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇന്ത്യയുമായി കൂടുതൽ അടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താല്പര്യം പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പങ്കുവച്ചിരുന്നു. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടു കൂടി വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുമായി അടുക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ തീവ്രമായി തുടരുന്നതിനിടയിലാണ് ഏറ്റവും അടുത്ത ചങ്ങാതിയായ ചൈനയെ തള്ളിപ്പറയുന്ന വിധത്തിലുള്ള മറിയം നവാസിന്റെ ഒരു പരാമർശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ പരാമർശം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.